ഹലോ, കേരള യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റിനകത്ത് സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 4 യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നോക്കുന്നത് 5ാമത്തെ യൂണിറ്റാണ്. നോക്കാം. യൂണിറ്റ് 5. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ എക്സസൈസസ് ദാറ്റ് ഫോളോ. A dabbawala, one who carries the box, is a person in the Indian city of Mumbai whose job is to carry and deliver freshly made food from home in lunch boxes to office workers. Tiffin is an old-fashioned English word for a light lunch and sometimes for the box it is carried in. Dabbawalas are sometimes called tiffinwalas. Though the work sounds simple, it is actually a highly specialized trade that is over a century old and which has become integral to Mumbai's culture. Owing to the tremendous publicity, some of the dabbawalas were invited to give guest lectures in the top business schools of India, which is very unusual. Most remarkably, in the eyes of many Westerners, the success of the dabbawala trade has involved no Western modern high technology. The main reason for their popularity seems to be Indian people's aversion to Western-style fast food outlets and their love of homemade food. Although the service remains essentially low-tech, the success of the system depends on teamwork and time management that would be the envy of a modern manager. Exercises. Underline the noun and circle the verb in the following sentences from the passage. പാസേജിനകത്തു നിന്നുള്ള 2 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നൗൺ കണ്ടെത്തണം, അതിനെ അണ്ടർലൈൻ ചെയ്യണം. വേർബ് കണ്ടെത്തണം, അതിനെ സർക്കിൾ ചെയ്യണം. നൗൺ എന്താണെന്നുള്ളത് നമ്മൾ യൂണിറ്റ് 3ൽ പഠിച്ചു. പ്രോനൗൺ എന്താണെന്നുള്ളത് നമ്മൾ 4th യൂണിറ്റിൽ പഠിച്ചു. അപ്പോൾ ഈ 5th യൂണിറ്റിനകത്ത് പഠിക്കുന്നത് വേർബിനെ കുറിച്ചാണ്. So verb എന്താണെന്ന് നോക്കാം. Verbs are words which denote the action, condition or experience of the subject, that is, what the subject does, what it is or what happens to it. Verbs എന്ന് പറയുന്നത് വേർഡ്സ് ആണ്. അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ആക്ഷനെ ആകാം. വിച്ച് ഡിനോട്ട് ദ ആക്ഷൻ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ആയിരിക്കാം, ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥ, ഒരു സ്റ്റേറ്റ് ആയിരിക്കാം, ഓർ എക്സ്പീരിയൻസ് ഓഫ് ദ സബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ്, ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഈ 3നെയുമാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വേർബ് ഒരു ആക്ഷൻ വേർഡാണെന്നറിയാം. എന്നാൽ അതൊരു ആക്ഷനെ മാത്രമല്ല ഡിനോട്ട് ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഒരു സബ്ജക്റ്റ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്, അതിനെയും വേർബ് സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾസ് വായിച്ച് നോക്കാം. ഷീ സിങ്സ്, ഷീ ഈസ് ഹാപ്പി, ഷീ ഫീൽസ് ടയേർഡ്. ഒന്നാമത്തെ സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് ഷീ ആണ്. ഓക്കെ. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സിങ്സ്, അത് അതിനകത്ത് വേർബാണ്. അപ്പം അതെന്ന് പറയുന്നത് ആ സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത്, അവിടെ ആക്ഷനെ സൂചിപ്പിക്കുന്നു. ഷീ സിങ്സ്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ കാണിക്കുന്നു. ആ സബ്ജക്റ്റിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിനകത്ത് വരുന്ന സബ്ജക്റ്റ് ഷീ ആണ്. ആ ഷീ എന്നുള്ള സബ്ജക്റ്റ് എന്ത് സ്റ്റേറ്റിലാണ്, എന്ത് കണ്ടീഷനിലാണ്, എന്ത് സിറ്റുവേഷനിലാണെന്നുള്ളത് കാണിക്കുന്നു. ഷീ ഈസ് ഹാപ്പി. അതിനകത്ത് വേർബ് എന്ന് പറയുന്നത് ഈസ് എന്നുള്ള വേർഡാണ്. മൂന്നാമത്തേത് ഷീ ഫീൽസ് ടയേർഡ്. അവിടെ സബ്ജക്റ്റ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്താണ് ആ സബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ സമയത്ത്. ഷീ ഫീൽസ് ടയേർഡ്. അവിടെ ഫീൽസ് എന്നുള്ളത് വേർബാണ്. സോ ഫസ്റ്റ് സെൻറ്റൻസിനകത്ത് അതൊരു ആക്ഷൻ വേർഡാണ് സിങ്സ്. രണ്ടാമത്തെ സെൻറ്റൻസിനകത്ത് അതൊരു കണ്ടീഷനെ സൂചിപ്പിക്കുന്നു, വേർബ് ഈസ്. മൂന്നാമത്തെ സെൻറ്റൻസിനകത്ത് അത് സബ്ജക്റ്റ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണിക്കുന്നു, അതിനുപയോഗിച്ചിരിക്കുന്ന വേർഡ് ഫീൽസ്. സോ ഇങ്ങനെ 3 തരത്തിലാണ് വെർബിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി വെർബിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഏതൊക്കെ തരത്തിലാണ് നമ്മൾ
വെർബിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു ഡിവിഷൻ, ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. എ ട്രാൻസിറ്റീവ് വെർബ് റിക്വേഴ്സ് ആൻ ഓബ്ജക്റ്റ്. ഒരു ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ആ വെർബിന് ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കാം, ഇപ്പോൾ കുറച്ചുകൂടി നമുക്കത് ക്ലിയർ ആകാം. ഹി റോട്ട് എ നോവൽ. സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഹി ആണ്. ദെൻ റോട്ട് എന്ന് പറയുന്ന വേർഡ് വേർബാണ്. ആ വേർബ് എന്ന് പറയുന്ന റോട്ട് അതിൻ്റെ ഒരു മീനിങ് കംപ്ലീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ അത് വേറൊരു വേർഡിലേക്ക് അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പാസ് ചെയ്ത് പോകുന്ന വേർഡ് നോവൽ എന്നുള്ളതാണ്. സോ എ നോവൽ എന്നുള്ളതാണ് ആ വേർബിൻ്റെ ഓബ്ജക്റ്റ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അർജുന കിൽഡ് കർണ. ആ സെൻറ്റൻസിനകത്ത് വേർബ് കിൽഡ് എന്നുള്ള വേർഡാണ്. ആ കിൽഡ് എന്നുള്ള വേർഡിൻ്റെ ആ ആക്ഷൻ അത് പാസ് ചെയ്ത് അത് പോകുന്നത് കർണയിലോട്ടാണ്. അവിടെ എത്തുമ്പോഴാണ് ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. സോ കർണ എന്ന വേർഡ് അതിന് ഓബ്ജക്റ്റാണ്. ഈ രീതിയിൽ ഒരു ഓബ്ജക്റ്റ് ഉള്ള വേർബ്സിനെയാണ് ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ആൻ ഇൻട്രാൻസിറ്റീവ് വേർബ് ഡസ് നോട്ട് കോൾ ഫോർ ആൻ ഓബ്ജക്റ്റ്. ഒരു ഇൻട്രാൻസിറ്റീവ് വേർബാണെങ്കിൽ അതിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അതായത് ആക്ഷൻ പാസ് ചെയ്ത് പോയി കംപ്ലീഷൻ കാണിക്കാനായിട്ടൊരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ നോക്കാം. ഹി സ്ലെപ്റ്റ് ഫോർ ആൻ അവർ. സബ്ജക്റ്റ് ഹി ആണ്, അതിനകത്തുള്ള വേർബ് സ്ലെപ്റ്റ്, ഉറങ്ങി. ഹി സ്ലെപ്റ്റ് ഫോർ ആൻ അവർ. ആ സ്ലെപ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആ ഒരു ആക്ഷൻ പാസ് ചെയ്ത് പോയി കാണിക്കാനായിട്ട്, അത് കംപ്ലീഷൻ കാണിക്കാനായിട്ടൊരു വേർഡില്ല. സോ ഇതൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. വെർബിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ്: ലെക്സിക്കൽ വേർബ്സ് ആൻഡ് ഓക്സിലറി വേർബ്സ്. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ ഇൻ ദ പ്രെഡിക്കേറ്റ്, വേർബ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ലെക്സിക്കൽ ഓർ മെയിൻ വേർബ്സ് ആൻഡ് ഓക്സിലറി ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. വേർബ് നമുക്ക് ലെക്സിക്കൽ വേർബ് എന്നും ഓക്സിലറി വേർബ് എന്നും രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഫങ്ഷൻ്റെ ബേസിലാണ്. ലെക്സിക്കൽ വേർബ്സ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആൻഡ് ക്യാൻ ബി ഇൻഡിവിജ്വലി ട്രാൻസ്ലേറ്റഡ്. സ്വന്തമായിട്ട് മീനിങ് ഉള്ള വേർബ്സിനെയാണ് ലെക്സിക്കൽ വേർബ്സ് അല്ലെങ്കിൽ മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. നമുക്കതിനെ ഇൻഡിവിജ്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വാക്ക്, ടോക്ക്, റൈറ്റ്, ക്ലൈംബ്, റൺ, എക്സെട്ര. ഓക്സിലറി വേർബ്സ് ആർ purely grammatical words which do not have all the forms of lexical verbs and which cannot be individually translated. Auxiliary verbs എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് ഓക്സിലറി വേർബ്സ് ചെയ്യുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള മീനിങ് ഇൻഡിവിജ്വലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മൾ മെയിൻ വേർബ്സിന് പല ഫോംസ് ഉണ്ട്. ലെക്സിക്കൽ വേർബ്സിന് പല പല ഫോംസ് ഉണ്ട്. പ്രസൻറ്റിൽ, പാസ്റ്റിലൊക്കെ പോകുമ്പോഴേക്കും, അതുപോലെ പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചെല്ലുമ്പോഴേക്കും അതിന് പല പല ഫോംസ് എടുക്കാൻ പറ്റും. എന്നാൽ ഓക്സിലറി വേർബ്സിന് അങ്ങനെ പല ഫോംസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിന് എക്സാമ്പിൾസ് ആണ് ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, used to, need, dare, etc. വേർബ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. റെഗുലർ വേർബ്സ് എന്നും ഇറഗുലർ വേർബ്സ് എന്നും. എന്താണെന്ന് നോക്കാം. The vast majority of lexical verbs form their past and past participle by the addition of d or ed. Therefore, such verbs are called regular verbs. All other verbs which form a small minority and which differ from the d, ed form are called irregular verbs. They number about 300 and they have different devices of past and past participle formation. മിക്കവാറും ലെക്സിക്കൽ വേർബ്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ മെയിൻ വേർബ്സ് എല്ലാം തന്നെ അതിൻ്റെ പാസ്റ്റ് ഫോമിലോട്ടോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലോട്ടോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡി അല്ലെങ്കിൽ ഇ ഡി എന്നൊരു ഭാഗം ആഡ് ചെയ്തിട്ടാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെയുള്ള വേർബ്സിനെയാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അതായത് പാസ്റ്റോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ഉണ്ടാക്കാനായിട്ട് ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്ത് മാറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വേർബ്സ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയും. അത് കോമൺ രീതി അതാണ്. പാസ്റ്റ് ആക്കാനായിട്ട് ഡി അല്ലെങ്കിൽ ഇ ഡി ചേർക്കുക. അത് സാധാരണ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അത് നോർമലാണ്. അതിന് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയും. എന്നാൽ ഈ ഒരു റെഗുലർ മെത്തേഡ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പാസ്റ്റ് ഫോം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വേർബ്സിനെയാണ്
ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വെർബ്സ് വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, ഏകദേശം 300 മാത്രമേ വരുന്നുള്ളൂ. ഓൾ ന്യൂ വേർബ്സ് ഫോംഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഓൾ വേർബ്സ് ബോറോ ഫ്രം അതർ ലാംഗ്വേജസ് ഫോളോ ദ ഡി ഓർ ഇ ഡി പാറ്റേൺ. സാധാരണ ഇംഗ്ലീഷിലുള്ള മിക്കവാറും വേർബ്സൊക്കെ തന്നെ ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്തിട്ടാണ് പാസ്റ്റോ പാർട്ടിസിപ്പിൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അല്ലാതെ ഉള്ള രീതിയിൽ നമ്മൾ പാസ്റ്റോ പാർട്ടിസിപ്പിളോ കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള വേർബ്സിന് ഇറഗുലർ വേർബ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ഓഫ് റെഗുലർ വേർബ്സ് ഇൻ മോഡേൺ ഇംഗ്ലീഷ്: വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. അതിൻ്റെ പാസ്റ്റ് ഫോമിൽ ഇ ഡി ചേർത്തു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കാനായിട്ട് ഇ ഡി ചേർത്തു. അതുപോലെ ഹോപ്പ്, ഹോപ്ഡ്, ഹോപ്ഡ്. ബാൻ, ബാൻഡ്, ബാൻഡ്. ഹിയർ, ഹേർഡ്, ഹാഡ്. ഇതെല്ലാം റെഗുലർ വേർബ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഇറഗുലർ വേർബ്സ് ഇൻ മോഡേൺ ഇംഗ്ലീഷ്: റൈറ്റ്, റോട്ട്, റിട്ടൺ. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. സീ, സോ, സീൻ. റൈഡ്, റോഡ്, റിഡൻ. പുട്ട്, പുട്ട്, പുട്ട്. ഇറഗുലർ വേർബ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൗണ്ട് ചേഞ്ചിലൂടെ ആയിരിക്കും പാസ്റ്റോ അല്ലെങ്കിൽ പാർട്ടിസിപ്പിളോ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ സെയിം വേർഡ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പുട്ട്, അത് പാസ്റ്റും പാർട്ടിസിപ്പിളും സെയിം വേർഡ് തന്നെ ആയിരിക്കും. അതായത് റെഗുലർ അല്ലാത്ത രീതിയിൽ ഏത് മെത്തേഡിലൂടെ നമ്മൾ വേർബ്സിൻ്റെ പാസ്റ്റോ പാർട്ടിസിപ്പിളോ കണ്ടെത്തുന്നു അതിനെല്ലാം നമുക്ക് ഇറഗുലർ വേർബ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം, എക്സസൈസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സെൻറ്റൻസ് ഇതാണ്: ടിഫിൻ ഈസ് എൻ ഓൾഡ് ഫാഷൻ ഇംഗ്ലീഷ് വേർഡ് ഫോർ എ ലൈറ്റ് ലഞ്ച്. അതിനകത്ത് നിന്ന് നൗൺ കണ്ടെത്തണം, അതുപോലെ വേർബ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് വരുന്ന നൗൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടിഫിൻ അതൊരു നൗണാണ്, അതിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് അതൊരു നൗണാണ്, വേർഡ് നൗണാണ്, ലഞ്ച് നൗണാണ്. ഇത്രയും അതിനകത്ത് വരുന്ന നൗൺസാണ്. ഇനി അതിൽ വേർബ് ഏതാണ്, ആ സെൻറ്റൻസിനകത്ത് വരുന്ന വേർബ് ഏതാണ്? അതിനകത്ത് സബ്ജക്റ്റ് ടിഫിനാണ്. ടിഫിനെ കുറിച്ചാണ് പറയുന്നത്. ആ ടിഫിൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ടിഫിൻ ഈസ് ആൻ ഓൾഡ് ഫാഷൻ ഇംഗ്ലീഷ് വേർഡ് ഫോർ എ ലൈറ്റ് ലഞ്ച്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊരു കണ്ടീഷൻ പറയാണ്. അവിടെ ഒരു ആക്ഷൻ വേർഡൊന്നുമില്ല, ഒരു കണ്ടീഷൻ, ടിഫിൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റേറ്റ് പറയാണ്. സോ ഈസ് എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ വെർബ്. ഓക്കെ, ഈസ് എന്നുള്ളത് ഒരേ സമയത്ത് ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കാറുണ്ട്, അതുപോലെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. നെക്സ്റ്റ് സെൻറ്റൻസ്: ദ സക്സസ് ഓഫ് ദ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ടീം വർക്ക് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. സോ അതിനകത്ത് വരുന്ന നൗൺസ് ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടെത്താം. അതിൽ വരുന്ന നൗൺസ് സക്സസ്, ദെൻ സിസ്റ്റം, ടീം വർക്ക്, ടൈം മാനേജ്മെൻറ്റ്. ഇതെല്ലാം ആ സെൻറ്റൻസിനകത്ത് വരുന്ന നൗൺസ് ആണ്. ഇനി ആ സെൻറ്റൻസിലെ വേർബ് ഏതാണ്? സെൻറ്റൻസിലെ വേർബ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതിനകത്ത് സെൻറ്റൻസിലെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ സക്സസ് ഓഫ് ദ സിസ്റ്റം. അത്രയുമാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അതായത് ആ സെൻറ്റൻസ് പറയുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദ സക്സസ് ഓഫ് ദ സിസ്റ്റം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗമാണ് പ്രെഡിക്കേറ്റ്. ആ പ്രെഡിക്കേറ്റിനകത്താണ് നമുക്ക് വെർബ് ഉള്ളത്. ഡിപ്പെൻഡ്സ് ഓൺ ടീം വർക്ക് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. അത്രയും ആ സെൻറ്റൻസിലെ പ്രെഡിക്കേറ്റാണ്. ആ പ്രെഡിക്കേറ്റിനകത്താണ് വെർബ് വരുന്നത്. സോ ഇതിനകത്ത് വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഡിപ്പെൻഡ്സ്. ഓക്കെ, ആ ഒരു വേർഡാണ് ഈ സെൻറ്റൻസിനകത്തുള്ള വെർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. സെൻറ്റൻസ് ഇതാണ്. നമ്പർ 3, ദ സക്സസ് ഓഫ് ദിസ് ബിസിനസ്. ബാക്കി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മുൻപേ പഠിച്ച ആ ഡിപ്പെൻഡ് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ദ സക്സസ് ഓഫ് ദിസ് ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എംപ്ലോയീസ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. സോ നമ്മളവിടെ ഉപയോഗിച്ച വേർഡ് ഡിപ്പെൻഡ്സ് എന്നുള്ളതാണ്. സോ എന്തുകൊണ്ട് നമ്മളിവിടെ ഡിപ്പെൻഡ്സ് ഉപയോഗിച്ചു? ഡിപ്പെൻഡ് എന്നുള്ള വേർബിൻ്റെ കൂടെ എസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഡസ് എന്ന ഫോം നമ്മൾ ഡിപ്പെൻഡിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. സോ അതിലുള്ള എസ് കൂടെ ചേർത്തിട്ടാണ് ഡിപ്പെൻഡ്സ് ആയത്. നമ്പർ 4, ഹോം മെയ്ഡ് ഫുഡ് ഈസ് ബെറ്റർ ദാൻ ഫാസ്റ്റ് ഫുഡ്. നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം.
homemade food is better than fast food. Okay. Number 5. Spot the error and underline it. Sentence വായിച്ച് നോക്കാം. Some of the Dabbawalas was invited to give guest lectures in the top business schools of India. സെൻറ്റൻസിനകത്ത് എറർ ഉണ്ട്, അത് കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ഒരു യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് വെർബിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരു സെൻറ്റൻസിനകത്ത് വെർബ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ സെൻറ്റൻസിൽ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബ് അതിനകത്ത് വെർബിൻ്റെ ഫോമിൽ മാറ്റം വരുത്തേണ്ടത്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ഫോമിലായിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറൽ ഫോമിലായിരിക്കണം. സോ ഈ ഒരു കാര്യം കൂടെ നമ്മൾ ഈ യൂണിറ്റിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമ്മൾ കൺകോഡ് എന്ന് പറയും. നമ്മൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് പോകാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സം ഓഫ് ദ ഡബ്ബാവാലാസ്, അത്രയുമാണ് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. അത് സിംഗുലർ അല്ല, പ്ലൂറലാണ്. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വാസ് എന്നുള്ള വെർബ് അല്ല വരേണ്ടത്, അതിൻ്റെ പ്ലൂറലാണ് വയർ. സോ ആൻസർ എന്ന് പറയുന്നത് സം ഓഫ് ദ ഡബ്ബാവാലാസ് വയർ ഇൻവൈറ്റഡ്. ബാക്കി സെയിം തന്നെയാണ്, കറക്ഷനൊന്നുമില്ല. സോ ഇതാണ് അതിനകത്ത് വരുന്ന എറർ. അതിന് നമ്മൾ ആ വാസ് എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യുമ്പോഴേക്കും ആൻസർ ആയി കഴിഞ്ഞു. സം ഓഫ് ദ ഡബ്ബാവാലാസ് വയർ ഇൻവൈറ്റഡ് ടു ഗിവ് ഗസ്റ്റ് ലെക്ചേഴ്സ് ഇൻ ദ ടോപ്പ് ബിസിനസ് സ്കൂൾസ് ഓഫ് ഇന്ത്യ. നമുക്കിനി കൺകോഡിലേക്ക് പോകാം. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, എങ്ങനെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രി ചെയ്ത് പോകേണ്ടത്. ഒരു സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എങ്ങനെയായിരിക്കണം. അത് മാത്രമല്ല ചില എക്സെപ്ഷണൽ കാര്യങ്ങളൂടെയുണ്ട്, കുറച്ചധികം റൂൾസ് കൂടെയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയതിന് ശേഷം ബാക്കി എക്സസൈസിലോട്ട് പോകാം. കൺകോഡ്. കൺകോഡ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റുള്ളൊരു ഏരിയയാണ്. നമുക്ക് അത്യാവശ്യം ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് വലുതായിപ്പോൾ ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ഉപയോഗിക്കുക. അതായത് സബ്ജക്റ്റിൻ്റെ നമ്പറോ ജെൻഡറോ ബേസ് ചെയ്ത് വെർബിന് മാറ്റം വരുത്തുന്നതിനാണ് കൺകോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, when a singular subject and a plural subject are joined by either or, neither, no, etc., the verb agrees with the subject nearer to it. ഒരു സിംഗുലർ സബ്ജക്റ്റിനെയും ഒരു പ്ലൂറൽ സബ്ജക്റ്റിനെയും നമ്മൾ ഈതർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോ ഓർ അല്ലെങ്കിൽ ഓർ എന്നുള്ള ഏതെങ്കിലും കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വെർബിൽ ഉപയോഗിക്കേണ്ടത് ആ ഉപയോഗിച്ച ആ ഒരു കണക്റ്റീവ് വേർഡ് അതിനടുത്ത് വരുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനെയാണ്, അതിൻ്റെ ഫോം ഏതാണ്, അത് സബ് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് മാറ്റി എഴുതേണ്ടത്. എക്സാമ്പിൾ, റാം ഓർ ഹിസ് ബ്രദേഴ്സ് ഗോ ഹോം എവരി മന്ത്. ഇതിനകത്ത് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. റാം അതൊരു സിംഗുലർ സബ്ജക്റ്റാണ്. ദെൻ ഹിസ് ബ്രദേഴ്സ് അത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗുലർ സബ്ജക്റ്റുമുണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. ഈ രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചാണ്. സോ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ അവിടെ എടുക്കുന്ന വെർബ് എന്ന് പറയുന്നത് ഗോ. അതിനടുത്ത് വരുന്ന വെർബിന് അടുത്ത് വരുന്ന സബ്ജക്റ്റ് ഏതാണ്, നൗൺ ഏതാണ്, അത് സിംഗുലർ ആണെങ്കിൽ ആ ഒരു വെർബിനെ സിംഗുലർ ഫോമിൽ എഴുതുക. അത് പ്ലൂറൽ ആണെങ്കിൽ ആ വെർബിനെ പ്ലൂറൽ ഫോമിൽ എഴുതുക. ഇവിടെ അതിനടുത്ത് വരുന്നത് ഹിസ് ബ്രദേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗോസ് എന്ന് പറയാതെ ഗോ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം സിംഗുലർ പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ, പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ആഡ് ചെയ്യണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ആഡ് ചെയ്യണം. സോ ഇവിടെ ഇത് സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ട് ഗോയുടെ കൂടെ നമ്മൾ ഡു മാത്രം ആഡ് ചെയ്യുന്നു. സോ ഗോ തന്നെ കിട്ടും. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് റാം ഓർ ഹിസ് ബ്രദേഴ്സ് ഗോ ഹോം എവരി മന്ത്. ഓക്കെ, ഇത് ഒരു ടിപ്പാണ്. ദെൻ നമ്പർ 2, രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് when two subjects are joined by as well as, more than and as much as, the verb agrees with the first subject.
ഇതിലേതെങ്കിലും ആസ് വെൽ ആസ്, മോർ ദാൻ, ആസ് മച്ച് ആസ്, ഇങ്ങനെ ഏതെങ്കിലും, അതുപോലെ വിത്ത്, എലോങ് വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതുപോലുള്ള ഏതെങ്കിലും കണക്റ്റീവ് വേർഡ് ഉപയോഗിച്ചാണ് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വെർബിന് എഗ്രി ചെയ്ത് വരേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ദ ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചർ ഹാവ് ലെഫ്റ്റ്. ഓക്കെ, അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് നൗൺസ് ഉണ്ട്. ആദ്യത്തേത് ദ ഗേൾസ്, അതുപോലെ അതിന് ശേഷം ദെയർ ടീച്ചർ, ഇത്രയുമാണ് സബ്ജക്റ്റ്. ദ ഗേൾസ് പിന്നെ ദെയർ ടീച്ചർ. ഇതിൽ ഒന്ന് പ്ലൂറലാണ്, ദ ഗേൾസ് പ്ലൂറലാണ്, ടീച്ചർ അത് സിംഗുലറാണ്. അപ്പോൾ നമ്മൾ ഇതിലേതാണ് വെർബ് ഫോമിലോട്ട് എടുക്കേണ്ടത്? അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആസ് വെൽ ആസ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് വേർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ ഈ സെൻറ്റൻസിൽ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വരുന്ന നൗൺ ഏതാണെന്ന് നോക്കുക, ദ ഗേൾസ്. അപ്പോൾ അതിൻ്റെ നമ്പർ നോക്കുക, അത് പ്ലൂറലാണെങ്കിൽ അതനുസരിച്ചുള്ള വെർബ് ഫോം എടുക്കുക. സോ ഇത് പ്ലൂറലായതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചില്ല, ഹാവ്. ദ ഗേൾസ് ഹാവ് ലെഫ്റ്റ്, അതാണ് സെൻറ്റൻസ് കറക്റ്റായിട്ട് വരേണ്ടത്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചർ ഹാവ് ലെഫ്റ്റ്. ഓക്കെ, ദെൻ നമ്പർ 3, when two subjects are joined by, with, along with, together with, in the company of, in addition to, besides, accompanied by, etc., the verb agrees with the first subjects. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് എക്സ്ട്രാ പറയുന്നതേ ഉള്ളൂ. അതായത് ഒരു സബ്ജക്റ്റിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് വിത്ത് അല്ലെങ്കിൽ എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ ദ കമ്പനി ഓഫ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, അക്കമ്പനീഡ് ബൈ, ഇതുപോലെ ഏതെങ്കിലും കണക്റ്റീവ് വേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതാണ് സബ്ജക്റ്റ് എങ്കിൽ വെർബ് നമ്മൾ അതിലെ ഫസ്റ്റ് സബ്ജക്റ്റിന് അതിൻ്റെ ഫോമിനനുസരിച്ച് എടുക്കുക. ഫോർ എക്സാമ്പിൾ, മൈ ഫ്രണ്ട് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ഓക്കെ, മൈ ഫ്രണ്ട് അത് സിംഗുലറാണ്, അതിനുശേഷം വിത്ത് വരുന്നുണ്ട് കണക്റ്റീവ് വേർഡായിട്ട്, അതിനുശേഷം വരുന്നത് പ്ലൂറലാണ്, സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനത്തെ കേസുകളിൽ ആ വെർബിൻ്റെ ഫോം എന്ന് പറയുന്നത് ആദ്യത്തെ സബ്ജക്റ്റ് നോക്കുക, മൈ ഫ്രണ്ട്, അതിനനുസരിച്ചാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. മൈ ഫ്രണ്ട് ഹാസ് അറൈവ്ഡ്. ഓക്കെ, മൈ ഫ്രണ്ട് വിത്ത് ഓൾ ഹിസ് സ്റ്റുഡൻസ് ഹാസ് അറൈവ്ഡ്. ദെൻ നെക്സ്റ്റ്, വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈതർ, neither of plus plural noun carries a singular verb. ഒന്നിൽ കൂടുതലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അതിൽ ഒരാൾ അല്ലെങ്കിൽ ഓരോരുത്തരും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. എക്സാമ്പിൾ, വൺ ഓഫ് ദ പ്ലെയേഴ്സ് വാസ് സെലക്റ്റഡ് ഫോർ ദ നാഷണൽ ടീം. പ്ലെയേഴ്സ് എന്നുള്ളതൊരു ഗ്രൂപ്പാണ്, അത് പ്ലൂറലാണ്. പക്ഷേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്ലെയേഴ്സ്, പ്ലെയേഴ്സിൽ ഒരാൾ. സോ അതുപോലെ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, അല്ലെങ്കിൽ ഈതർ അല്ലെങ്കിൽ നെയ്തർ ഓഫ് എന്നൊക്കെ പറഞ്ഞ കണക്റ്റീവ് വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. നെക്സ്റ്റ്, വെൻ, എവരി ഓർ ഈച്ച് ഈസ് യൂസ്ഡ് വിത്ത് ടു സിംഗുലർ സബ്ജക്ട്സ് കണക്റ്റഡ് ബൈ ആൻഡ് വി യൂസ് എ സിംഗുലർ വെർബ്. രണ്ട് സിംഗുലർ സബ്ജക്ട്സ് നമ്മൾ കണക്ട് ചെയ്യുകയും അതിനകത്ത് എവരി എന്ന വേർഡോ ഈച്ച് എന്ന വേർഡോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ, മാത്രമല്ല അതിന് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയും ചെയ്താൽ, നമ്മൾ സാധാരണ രണ്ട് സിംഗുലർ വേർഡ്സ് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ ആ ഒരു സബ്ജക്റ്റ് പ്ലൂറലാകും. അപ്പോൾ നമ്മൾ പ്ലൂറൽ വെർബ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ അതിൽ എവരി എന്ന വേർഡോ ഈച്ച് എന്ന വേർഡോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ അവിടെ വെർബിന് സിംഗുലർ ഫോമാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. നെക്സ്റ്റ്, എ ഗുഡ് ഓർ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇങ്ങനത്തെ കേസുകളിൽ എന്തായിരിക്കണം? ഒരു സിംഗുലർ നൗണിൻ്റെ മുന്നിലായിട്ട് എ ഗുഡ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് വന്നാൽ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് കേസ്. എ ഗ്രേറ്റ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ് എന്ന് വന്നാൽ അതിന് ശേഷം വരേണ്ടത് സിംഗുലർ വെർബാണ്. നെക്സ്റ്റ്, വെൻ വൺ മീൻസ് എനി വൺ, എവരി വൺ, it is called the indefinite one. The indefinite one is not usually replaced by any other pronoun.
ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് വൺ ആണെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് വൺ ആണ്. അത് ആര് വേണമെങ്കിലും ആകാം. അത് എനി വണ്ണോ എവരി വണ്ണോ ആകാം. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയുള്ളൊരു കേസിൽ അവിടെ ഉപയോഗിക്കുന്നത് വൺ തന്നെയാണ്. അതായത് വേറെ ഒരു പ്രോനൗൺ ഉപയോഗിച്ച് നമ്മളതിനെ റീപ്ലേസ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി ഫോർ വൺസ് കൺട്രി. അവിടെ സബ്ജക്റ്റ് വൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഹീയെന്നോ ഷീയെന്നോ പകരം ഇടയിൽ അതൊന്നും മാറ്റാറില്ല. വൺ എന്ന് സബ്ജക്റ്റ് വന്നാൽ അതിന് വേറെ ഒരിടത്ത് നമ്മൾ വേറെ ഒരു പ്രോനൗൺ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. വൺ എന്ന് തന്നെ ഉപയോഗിക്കുക. വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി ഫോർ വൺസ് കൺട്രി. നെക്സ്റ്റ്, എക്സ്പ്രഷൻസ് ലൈക്ക് 5 pounds, 10 rupees, 2 weeks, 3 miles, etc. are singular when they are thought of as indicating a single amount, period or distance. ഇത് ഈ പറയുന്ന എക്സ്പ്രഷൻസ്, അതായത് 5 pounds, 10 rupees, 2 weeks അല്ലെങ്കിൽ 3 miles എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷൻസ്, അത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനൊരു സിംഗിൾ എമൗണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ പീരീഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 5 rupees ഈസ് നോട്ട് എ ബിഗ് സം. 3 weeks ഈസ് നോട്ട് എ ലോങ് ടൈം. നെക്സ്റ്റ്, എ ലോട്ട് അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് ടേക്സ് എ സിംഗുലർ വെർബ് when it denotes amount and a plural verb when it denotes number. എ ലോട്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരികയാണെങ്കിൽ അത് നമ്മൾ ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് സിംഗുലറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് നമ്പർ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എ ലോട്ട് ഓഫ് മണി ഈസ് സ്പെൻഡ് ഓൺ കൺസ്ട്രക്ഷൻ. സോ എ ലോട്ട് ഓഫ് മണി എന്നുള്ളത് എമൗണ്ട് ആയതുകൊണ്ട് അതിന് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. എ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഹാവ് ബീൻ റിസീവ്ഡ്. അത് പെറ്റീഷൻസ് എണ്ണമാണ്, നമ്പർ പറയുന്നതാണ്. അതുകൊണ്ട് അവിടെ പ്ലൂറലാണ് ഉപയോഗിക്കേണ്ടത്. സോ ഹാവ് ഉപയോഗിച്ചു. എ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഹാവ് ബീൻ റിസീവ്ഡ്. നെക്സ്റ്റ്, nouns like furniture, machinery, equipment, traffic, luggage, crockery, cutlery, clothing, etc. are called class collectives. Though plural in meaning, they are singular in form and are followed by singular verbs. ഈ പറയുന്ന വേർഡ്സ്, ഈ പറയുന്ന നൗൺസൊക്കെ തന്നെ ഇത് നമുക്കത് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കുന്നത് പ്ലൂറലായിട്ടാണ്. പക്ഷെ നമ്മളത് ഗ്രമാറ്റിക്കലി ഉപയോഗിക്കുന്നത് സിംഗുലർ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരേണ്ടത് സിംഗുലർ വേർബ്സ് ആയിരിക്കണം. എക്സാമ്പിൾ, ദ ഫേർണിച്ചർ വാസ് ബോട്ട് ഫ്രം ഇറ്റലി. ഫേർണിച്ചർ എന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്കതറിയാം, അത് പ്ലൂറലാണ്, ഒന്നും അത് കൂടുതൽ അതിനകത്തുണ്ടാകും. സോ എങ്കിലും അത് നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത്, നമ്മളത് എടുക്കുന്ന സമയത്ത് അതിനൊരു സിംഗുലർ മീനിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളവിടെ സിംഗിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വെർബിന് അത് സിംഗിളറായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ദ ഫേർണിച്ചർ വാസ് ബോട്ട് ഫ്രം ഇറ്റലി. നെക്സ്റ്റ്, പ്ലൂറൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ആസ് ദ ടൈറ്റിൽസ് ഓഫ് ബുക്സ് ടേക്ക് സിംഗുലർ വേർബ്സ്. ബുക്സിൻ്റെ ടൈറ്റിൽ, അതിനകത്ത് എടുത്തിരിക്കുന്ന വേർഡ്സ് ഫ്രേസസ് ഒക്കെ പ്ലൂറലാണെങ്കിലും, ഓക്കെ, ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സും ഫ്രേസസും പ്ലൂറലാണെങ്കിലും അതൊരു ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്താൽ മതിയാകും. ഫോർ എക്സാമ്പിൾ, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഈസ് വൺ ഓഫ് ഡിക്കൻസ് ഗ്രേറ്റ് നോവൽസ്. അപ്പോൾ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് പ്ലൂറലാണെങ്കിലും അതൊരു ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ അതിനൊരു സിംഗിൾ ഒരു കൺസെപ്റ്റായിട്ട് എടുത്തതിന് ശേഷം അവിടെ നമുക്ക് സിംഗുലർ വെർബ് ഉപയോഗിച്ചാൽ മതിയാകും. നെക്സ്റ്റ്, ദ ഡിറ്റർമിനേഴ്സ് ദിസ് ആൻഡ് ദാറ്റ് ഗോ വിത്ത് സിംഗുലർ നൗൺസ് ആൻഡ് ദീസ് ആൻഡ് ദോസ് വിത്ത് പ്ലൂറൽ നൗൺസ്. ഓക്കെ, നമുക്കത് അറിയുന്ന കാര്യമാണ്. ദിസ് അല്ലെങ്കിൽ ദാറ്റ് എന്ന് വരികയാണെങ്കിൽ അത് സിംഗുലർ നൗൺസ് ആയിരിക്കും. സോ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കാം. ദീസ്, ദോസ് എന്ന് വരികയാണെങ്കിൽ അത് പ്ലൂറൽ നൗൺസ് ആയിരിക്കും. അതിനൊപ്പം പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദിസ് ഗേൾ സ്പീക്സ് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ ദീസ് ബോയ്സ്. ഓക്കെ, ദിസ് ഗേൾ സിംഗുലറാണ്, അതുകൊണ്ട് സ്പീക്സ്, സ്പീക്ക് എന്ന വേർഡിൻ്റെ കൂടെ ടെസ് കൂടെ ആഡ് ചെയ്ത് സ്പീക്സ് കിട്ടി. ദിസ് ഗേൾ സ്പീക്സ് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ ദീസ് ബോയ്സ്. സോ ഇത് കൺകോഡിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 24 റൂൾസ് കൺകോഡിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾ റെഫർ ചെയ്യുക. റെഫർ ചെയ്ത് കുറച്ചുകൂടി പഠിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി ആഡ് ചെയ്യുക.
ഓക്കെ, നമുക്കിപ്പോൾ വളരെ ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോയിട്ട് ബാക്കി എക്സസൈസോടെ നോക്കാം. പ്രാക്ടീസ് എക്സസൈസസ്. സെറ്റ് 1. Fill in the blanks with the correct options from those given in brackets. Number 1. Gymnastics dash my favorite sport. Is or are. ജിംനാസ്റ്റിക്സ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അപ്പോൾ ആ ഒരു നൗണിനകത്ത് എസ് ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് പ്ലൂറൽ അല്ല, അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വെർബ് സിംഗുലർ ആയിരിക്കണം, ഈസ്. സോ ആൻസർ ജിംനാസ്റ്റിക്സ് ഈസ് മൈ ഫേവറേറ്റ് സ്പോർട്ട്. Number 2. My young niece dash for 2 hours in the afternoon. My young niece സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ നമുക്കവിടെ വേണ്ടത് സ്ലീപ്സ്. ഓക്കെ, പ്രസൻറ്റ് സിമ്പിളാണ്. പ്രസൻറ്റ് സിമ്പിളിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ഫോമാണ്. സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോം ആഡ് ചെയ്യുക, പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോം. അപ്പോൾ അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ലീപ്പ് മതി, ഡു ഫോം ആഡ് ചെയ്താൽ മതി. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഡസ് ആഡ് ചെയ്തു, അങ്ങനെയാണ് സ്ലീപ്പ് എന്ന വെർബ് സ്ലീപ്സ് ആയത്. സോ ആൻസർ മൈ യങ് നീസ് സ്ലീപ്സ് for 2 hours in the afternoon. Number 3. Rice and curry that served to all those who came to the temple. So rice and curry അതിനകത്ത് നമുക്ക് കാണുമ്പോൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ നൗൺസ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്നത് ഒരു സിംഗിൾ കൺസെപ്റ്റാണ്, ഒരു ഒറ്റ ഐഡിയ ആണ്. സോ റൈസ് ആൻഡ് കറി എന്നുള്ളത് ഒരു ഒറ്റ ഐഡിയ. നമ്മൾ ഇതുപോലെ സിംഗുലർ നൗൺസ് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിംഗിൾ ഐഡിയ ആണെങ്കിൽ അവിടെ നമുക്ക് സബ്ജക്റ്റിനെ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിളാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, അതുപോലെയുള്ളത്. സോ റൈസ് ആൻഡ് കറി എന്നുള്ളത് സിംഗുലറായിട്ടാണ് എടുക്കേണ്ടത്. സോ അവിടെ വരുന്നത് സിംഗുലർ വെർബായിരിക്കും. സോ ആൻസർ വാസ്. റൈസ് ആൻഡ് കറി വാസ് സെർവ് ടു ഓൾ ദോസ് ഹു കെയിം ടു ദ ടെമ്പിൾ. Number 4. My aunt and local guardian dash paying my fees for the course. My aunt and local guardian. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വിൽ ബി. മൈ ഓണ്ട് ആൻഡ് ലോക്കൽ ഗാർഡിയൻ വിൽ ബി പേയിങ് മൈ ഫീസ് ഫോർ കോഴ്സ്. ഈ ഒരു കേസിൽ ഇവിടെ രണ്ട് നൗണുകൾ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ നൗണിന് മുന്നിലായിട്ട് നമ്മളവിടെ ഒരു പൊസസീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ട്, മൈ ഓണ്ട്. എന്നാൽ രണ്ടാമത്തെ നൗണിന് മുന്നിലായിട്ട് ഒരു ആർട്ടിക്കിളോ ഒരു പൊസസീവ് പ്രോനൗണോ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടും ഒരാളാണ്. മൈ ഓണ്ട് ആൻഡ് ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നത് രണ്ടും ഒരാൾ തന്നെയാണ്, ഓണ്ട് തന്നെയാണ് ലോക്കൽ ഗാർഡിയനും. എന്നാൽ ഇതുപോലെ രണ്ട് നൗൺസ് വരികയും രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് നൗണിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു പൊസസീവ് പ്രോനൗണോ ഉപയോഗിച്ചിരിക്കുകയും ചെയ്താൽ അവിടെ ഉദ്ദേശിക്കുന്നത് അത് രണ്ട് വ്യക്തികളെന്നാണ്. അങ്ങനെയാണെങ്കിൽ വെർബ് പ്ലൂറലാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ആർ ഹെൽപ്പിംഗ് മീ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ആർ ഹെൽപ്പിംഗ് മീ. മൈ അങ്കിൾ അത് ഒരാളാണ്, ആൻഡ് മൈ ഗാർഡിയൻ അത് വേറൊരാളാണ്. സോ അവിടെ രണ്ട് വ്യക്തികളുണ്ട്, അതുകൊണ്ടാണ് വെർബ് പ്ലൂറലായിട്ട് ആർ ഉപയോഗിച്ചത്. എന്നാൽ അതേ സമയത്ത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഈസ് ഹെൽപ്പിംഗ് മീ, അത് ഒരു വ്യക്തിയാണ്, ഒരാളാണ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, ആ ഗാർഡിയന് മുന്നിലായിട്ട് ഒരു ആർട്ടിക്കിളോ ഒരു പൊസസീവ് പ്രോനൗണോ ഉപയോഗിക്കുന്നില്ല. സോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അത് രണ്ടും ഒരു വ്യക്തിയാണ്, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ദ സെക്രട്ടറി ആൻഡ് ദ കാഷ്യർ വയർ അറസ്റ്റഡ്. ദ സെക്രട്ടറി ആൻഡ് ദ കാഷ്യർ, അവിടെ ദ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, പിന്നെ ദ കാഷ്യർ അത് വേറൊരു വ്യക്തിയാണ്. സോ അവിടെ പ്ലൂറലാണ്. എന്നാൽ ദ സെക്രട്ടറി ആൻഡ് കാഷ്യർ വാസ് അറസ്റ്റഡ്, അവിടെ സെക്രട്ടറിയുടെ മുന്നിൽ ഒരു ആർട്ടിക്കിളുണ്ട്, എന്നാൽ ആ കാഷ്യർ എന്ന വേർഡിന് മുന്നിൽ ആർട്ടിക്കിൾസ് ഇല്ല. അതുകൊണ്ട് വ്യക്തമാകുന്നത് രണ്ടും ഒരു വ്യക്തിയാണ്. സോ അവിടെ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. ദ സെക്രട്ടറി ആൻഡ് കാഷ്യർ വാസ് അറസ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 5. The teacher as well as the students dash gone on a tour to Wayanad. ഓക്കെ, ഇവിടെ രണ്ട് നൗൺസിന് ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വെർബിനടുത്ത് വരുന്നത് ഏത് നൗണാണോ അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം, അത് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഇവിടെ വെർബിനടുത്ത് വരുന്നത് ഏത് നൗണാണ്? ദ സ്റ്റുഡൻസ്, അത് പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചേർക്കേണ്ടത് ഹാവ്, പ്ലൂറൽ വെർബാണ്. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ഓൺ എ ടൂർ ടു വയനാട്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് 2. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർബ്സ് ഓർ നൗൺസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ഓക്കെ, കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്തുനിന്ന് കണ്ടെത്തിയാൽ മതിയാവും. നമ്പർ 1, ഡാഷ് ഔട്ട് ടേബിൾ ടെന്നീസ് ടീം പ്ലേയിങ് ഇൻ ദ ടൂർണമെൻറ്റ്. ഓക്കെ, നമുക്കതിനകത്ത് ഓപ്ഷനകത്തുനിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഈസ്. ഓക്കെ, ടേബിൾ ടെന്നീസ് ടീം, അത് ആ ടീമിനകത്ത് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിന് സിംഗുലറാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് ഈസ് മതിയാകും. ഈസ് അവർ ടേബിൾ ടെന്നീസ് ടീം. ഓക്കെ, ദെൻ 5 കിലോമീറ്റേഴ്സ് ഡാഷ് ടു ലോങ് എ ഡിസ്റ്റൻസ് ഫോർ ഹെർ ടു വാക്ക്. 5 കിലോമീറ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ 5 കിലോമീറ്ററുകൾ എന്ന് തോന്നുമെങ്കിലും അതൊരു സിംഗുലർ ഐഡിയ ആണ്, അതുകൊണ്ടവിടെ വോസ് എടുത്താൽ മതി. 5 കിലോമീറ്റേഴ്സ് വോസ്. നമ്പർ 3, വൺ ഓഫ് ദീസ് ബുക്സ് ഡാഷ് മൈ നെയിം റിട്ടൺ ഓൺ ഇറ്റ്. ബുക്സ് എന്നുള്ളത് പ്ലൂറലാണ്, പക്ഷെ നമുക്ക് സബ്ജക്റ്റ് അതല്ല. വൺ ഓഫ് ദീസ് ബുക്സ്, ഈ ബുക്കുകളിൽ ഒരെണ്ണം. സോ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലർ വെർബ് എടുക്കുക, ഹാസ്. ദെൻ നമ്പർ 4, വിൽ യു ബൈ രാജ ഡാഷ് സോക്സ് വെൻ യു ഗോ ഔട്ട്. ഓക്കെ, നമുക്കതിനകത്ത് ഓപ്ഷനകത്തുള്ളത് എ പെയർ ഓഫ് സോക്സ്. ഓക്കെ, സോക്സിൻ്റെ ഒരു പെയർ പ്ലൂറലായിട്ട് എടുക്കാം. നമ്പർ 5, ഡാഷ് ഈസ് എൻ എക്സ്പെൻസീവ് മെറ്റൽ ദീസ് ഡേയ്സ്. ഓക്കെ, ഗോൾഡ്. ദെൻ നെക്സ്റ്റ് സെറ്റ് 3, മാച്ച് ദ പാർട്സ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ടു ഫോം അപ്രോപ്രിയേറ്റ് സെൻറ്റൻസസ്. കണക്ട് ചെയ്ത് നോക്കാം. നമ്പർ 1, നീദർ ഓഫ് മൈ പാരൻസ്. ഓക്കെ, ഞാൻ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ബിയിൽ ഡി ആണ്. വയർ ഡയബറ്റിക്, രണ്ടുപേരും അല്ല. നീദർ ഓഫ് മൈ പാരൻസ് വയർ ഡയബറ്റിക്. നമ്പർ 2, ദ പോലീസ് ആർ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ദ മർഡറർ. ഓക്കെ, പോലീസ് എന്നുള്ളത് പ്ലൂറൽ നൗണാണ് എടുക്കുന്നത്. ദ പോലീസ് ആർ ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ദ മർഡറർ. ഓക്കെ, നമ്പർ 3, പ്രിയ എലോങ് വിത്ത് ഹെർ സിബ്ലിങ്സ് ഏതായിരിക്കും? ഈസ് കമ്മിങ് ടു ഡെൻമാർക്ക് ഫോർ എ വിസിറ്റ്. ഓക്കെ, എലോങ് വിത്ത് എന്നുള്ള ഒരു കണക്റ്റീവ് വേർഡ് വരുന്നത് കൊണ്ട് അതിനകത്ത് ആദ്യത്തെ നൗണായിരിക്കും നമുക്ക് സബ്ജക്റ്റ് എടുക്കേണ്ടത്. പ്രിയ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തത്. ഓക്കെ, വെർബ് ഈസ് എടുത്തു. നമ്പർ 4, ദ ഫേർണിച്ചർ ഹാസ് ടു ബി ക്ലീൻഡ് ആൻഡ് പോളിഷ്ഡ്. ദ ഫേർണിച്ചർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ പ്ലൂറൽ നൗണാണ്, പക്ഷെ നമ്മളത് സിംഗുലർ കൺസെപ്റ്റിലാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹാസ് ഉപയോഗിച്ചാൽ മതിയാകും. നമ്പർ 5, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. അവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, ബാർക്കിംഗ് ഡോഗ്സ്, അതുകൊണ്ട് തന്നെ നമുക്കവിടെ പ്ലൂറൽ വെർബ് എടുക്കുക, ബൈറ്റ്, സെൽഡം ബൈറ്റ്. നെക്സ്റ്റ് സെറ്റ് 4, spot the error in the sections in italics and choose the correct option. Number 1, these scissors is very sharp. നമുക്കറിയാം സിസേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, എന്നാൽ അതിന് രണ്ട് പാർട്ടായിട്ട് വെച്ചിട്ട് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്ലൂറലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അവിടെ ഉപയോഗിക്കേണ്ടത് ദീസ് സിസേഴ്സ് ആർ. ഓക്കെ, ആൻസർ these scissors are. Number 2, the government want to increase taxes. The government എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മെമ്പേഴ്സും പ്ലൂറലായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. നമ്പേഴ്സ് കൂടുതലാണെങ്കിലും നമ്മൾ അതിനൊരു സിംഗുലർ സബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ദ ഗവൺമെൻറ്. സോ അവിടെ നമുക്ക് വോണ്ട് എന്നുള്ളതല്ല വേണ്ടത്, ഡസ് കൂടെ ആഡ് ചെയ്തിട്ട് വോൺസ്. The government wants to increase taxes. Okay. Number 3, can you give me some informations on the uses of lasers? Okay, അവിടെ ഇറ്റാലിക്സിനകത്ത് എഴുതിയിരിക്കുന്നത് സം ഇൻഫർമേഷൻസ് എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് എന്നുള്ളത്
അറിവുകൾ എന്നൊരു പ്ലൂറൽ സെൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്ലൂറലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിംഗുലറായിട്ട് പ്ലൂറലായിട്ട് നമുക്കത് എടുക്കാം. അതുകൊണ്ട് ഇൻഫർമേഷൻ എന്ന വാക്കിനൊപ്പം എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്യാൻ യു ഗീവ് സം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മതിയാകും. സോ ആൻസർ എ ആണ്. നമ്പർ 4, all these trophies was won by my brother in sports. all these trophies, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്ലൂറലാണ്. അതുകൊണ്ട് where, was അല്ല where won. നമ്പർ 5, every citizen has his duty towards his country. ഓരോ വ്യക്തിക്കും എവരി സിറ്റിസൺ, അത് സിംഗുലർ സബ്ജക്റ്റ് തന്നെയാണ് എവരി സിറ്റിസൺ. സോ അതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം, ഹാസ്. എവരി സിറ്റിസൺ ഹാസ് ഹിസ് ഡ്യൂട്ടി ടുവേഴ്സ് ഹിസ് കൺട്രി. ആ സെൻറ്റൻസിനകത്ത് എറർ ഒന്നുമില്ല. സോ ആൻസർ ഡി ആണ്, നോ എറർ. നെക്സ്റ്റ്, നമ്പർ 5, spot the error in the underlined sections of the following sentences and circle the appropriate letter. If there is no error, the answer is D. നോക്കാം, ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. അതിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടെങ്കിൽ അതിന് താഴെ ഇരിക്കുന്ന ലെറ്റർ ആയിരിക്കും ആൻസറായിട്ട് പറയേണ്ടത്. ആ സെൻറ്റൻസിനകത്ത് എറർ ഒന്നും ഇല്ലെങ്കിൽ ആൻസർ ഡി ആയിരിക്കും. സെൻറ്റൻസ് നമ്പർ 1, there were plenty of sugar left in the bottle. wasn't there? ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലെൻറ്റി ഓഫ് ഷുഗർ എന്നുള്ളതാണ്. സോ ഈ ഷുഗർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒരുപാട് തരിയുണ്ടെങ്കിലും നമ്മളതിനെ ഒരു സിംഗിൾ കൺസെപ്റ്റ്, ഒരു സിംഗിൾ ഐഡിയ ആയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ എന്താണ്, ഒരു അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അത് സിംഗുലർ സബ്ജക്റ്റാണ്. സോ നമുക്കിവിടെ വയർ എന്നുള്ള വെർബ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദർ വാസ് പ്ലെൻറ്റി ഓഫ് ഷുഗർ ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ. ഓക്കെ, അങ്ങനെ എടുത്താൽ മതിയാകും. ഇത് നമ്പർ 2, ഹിസ് ലഗേജസ് ഇസ് സ്റ്റിൽ കെപ്റ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ കൺകോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു ലഗേജസ് എന്നുള്ളൊരു വേർഡിൻ്റെ നമുക്ക് ആവശ്യമില്ല. ലഗേജ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്താണ്, ഒരു നോൺ കൗണ്ടബിളാണ്, സിംഗുലർ സെൻസിൽ എടുക്കേണ്ടതാണ്. ലഗേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ബാഗോ 2 ബാഗോ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ അതിനൊരു സിംഗുലർ സബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹിസ് ലഗേജ് ഇസ് സ്റ്റിൽ കെപ്റ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്പർ 3, some strains of bacteria is resistant to most antibiotics. അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് some strains of bacteria. സോ ആ ബാക്ടീരിയ എന്നുള്ളതല്ല നമുക്കവിടെ സബ്ജക്റ്റ്. ദ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയയുടെ സ്ട്രെയിൻസ് അത് പ്ലൂറലാണ്. അതുകൊണ്ട് വെർബ് എന്ന് പറയുന്നത് ഈസ് അല്ല ആർ. സം സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ ആർ. നമ്പർ 4, ചിൽഡ്രൻ യൂഷ്വലി പ്ലേ അൻറ്റിൽ ദേ ആർ ടയേർഡ്. ചിൽഡ്രൻ പ്ലൂറലാണ്, യൂഷ്വലി പ്ലേ അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ അവിടെ ഡു ആഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. പ്ലേയുടെ കൂടെ ഡു മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ചിൽഡ്രൻ യൂഷ്വലി പ്ലേ. ഓക്കെ, അവിടെ സെൻറ്റൻസ് കറക്റ്റാണ്, എറർ ഒന്നുമില്ല. സോ ആൻസർ ഡി ആണ്. നമ്പർ 5, വൺ ഓഫ് ദ ലീഡിങ് മാനുഫാക്ചറേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ദ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, ഇവിടെയും സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലീഡിങ് മാനുഫാക്ചറേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടേഴ്സ് എന്ന വേർഡ് മാത്രമല്ല, കമ്പ്യൂട്ടേഴ്സിലെ മാനുഫാക്ചേഴ്സിൻ്റെ അതിൽ ഒരെണ്ണം എന്ന് മാത്രമാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വരുന്നത്. അതുകൊണ്ട് അത് സിംഗുലറാണ്. സോ വെർബും സിംഗുലർ ആയിരിക്കണം. സോ ആറല്ല ഈസ് ഉപയോഗിച്ചാൽ മതിയാകും. വൺ ഓഫ് ദ ലീഡിങ് മാനുഫാക്ചറേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് ദ യുണൈറ്റഡ് കിങ്ഡം. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് 5th യൂണിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ എക്സാമ്പിൾസും ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ കൺകോഡ് അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അത് കൂടുതൽ സോഴ്സുകൾ നോക്കിയിട്ട് കുറച്ച് കൂടുതൽ നിങ്ങളിത് എക്സാമ്പിൾസ് കൂടുതൽ വായിച്ച് മനസ്സിലാക്കിയാലേ എക്സാമിന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൂടുതൽ വായിച്ച് കൂടുതൽ റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.